പിന്നെ വല്ലദീന ഒരു കൂട്ടരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. ഇതാനാദയിത്തും നിങ്ങളെങ്ങാനും വിളിച്ചാൽ, ദഅവത്തും നിങ്ങൾ വിളിച്ചാൽ അവരെ എന്നാണ് ഉദ്ദേശം. ഇല്ല സ്വലാത്ത് നിസ്കാരത്തിലേക്ക്, ബിൽ ആദാനി ബാങ്കൊക്കെ കൊടുത്ത് ബാങ്ക് കൊടുത്ത് നിസ്കാരത്തിലേക്ക് ഹയ്യാല സ്വല ഹയ്യൽ ഫല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഇത്തഖദൂഹ അതിനെ അവർ ആക്കി തീർക്കും. ഐ സ്വലാത്ത നിസ്കാരത്തെ അവരാക്കും, ഹുസുവ പരിഹാസമാക്കും. നേരത്തെ പറഞ്ഞ മഹുസുവ ബിഹിയുടെ അതേ അർത്ഥം. വല ഇബ തമാശയുമാക്കും, പരിഹാസപാത്രവും തമാശയും ഒക്കെ ആക്കി നിൽക്കുന്ന ആളുകൾ. ബി അയ്യസ്തഹസി ഊബിഹ അവരതിനെ പരിഹസിക്കൽ കൊണ്ട്. വയ്യ തലാഹക്കു അവർ ഈ ബാങ്ക് കേൾക്കുമ്പോഴും നിസ്കാരത്തിന്റെ സമയമൊക്കെ ആകുമ്പോൾ പരസ്പരം ചിരിച്ച് തമാശയാക്കുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. ദാലിക്കൽ ഇത്തിഹാദു അവരുടെ ഈ ഒരു ആക്കൽ, അതായത് ഈ ബാങ്ക് നിസ്കാരത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഇത്യാദി കർമ്മങ്ങളെയൊക്കെ അവർ ഇങ്ങനെയൊക്കെ ആക്കൽ, പരിഹസിക്കൽ, കളി തമാശയാക്കൽ, അതൊക്കെയും എന്ത് കാരണത്താലാണ്? ബി അന്നഹും അവരായത് കാരണത്താലാണ്. അതായത് ബി സബബി അന്നഹും അവരായത് കാരണത്താലാണ്. ഖൗമുല്ലായഖിലും ബുദ്ധി ഇല്ലാത്ത ഒരു സമൂഹമായത് കാരണത്താലാണ്. അപ്പൊ ബുദ്ധിയുടെ കുറവാണ് അവർക്കുള്ളത്. വനസല ലമ്മ ഖാലൽ യഹൂദു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാർ നബി തങ്ങളോട് പറഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. എന്താ പറഞ്ഞത്? ബിമൻ തുഅ്മിനു മിനർ റുസുലി, ബിമൻ ആരെയാണ് തുഅ്മിനു താങ്കൾ വിശ്വസിക്കുന്നത്, മിനർ റുസുലി മുർസലീങ്ങളിൽ നിന്നും. അപ്പൊ നബി തങ്ങളോട് ഇവരെന്ന് ചോദിച്ചു, മുൻകഴിഞ്ഞ ഒരുപാട് മുർസലീങ്ങളുണ്ടല്ലോ, അവരെ ആരെയാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങിയാണ്. എന്ന് ചോദിച്ചപ്പോൾ ഫഖാൽ നബിതങ്ങൾ പറഞ്ഞു, എന്ത്? ബില്ലാഹി വമാ ഉൻസിലൈന അള്ളാഹുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. വമാ ഉൻസിലൈന നമ്മളിലേക്ക് ഇറക്കപ്പെട്ട ഒന്നിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതായത് ആയത്തുള്ളതൊക്കെ എന്താണ് ഓതി. ഫലമ്മ ദക്കറ ഈസ, അപ്പോ ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞപ്പോൾ കാലു അവർ പറഞ്ഞു, നബി തങ്ങൾ പറയും ഈസാനെയും വിശ്വസിച്ചിട്ടുണ്ട് അലൈഹിസ്സലാം. അതൊക്കെ പറഞ്ഞപ്പോൾ കാലു അവർ പറഞ്ഞു, ലാ നഅലമു ദീനൻ ശർറൻ മിൻ ദീനിക്കും. അപ്പം ഇവർ ജൂതന്മാരാണല്ലോ, ജൂതന്മാർ ഈസാ നബീനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഈസാ നബീനെ വിശ്വസിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് കലി കയറി. അപ്പൊ ഇങ്ങനെ ചോദിച്ചു, നബി തങ്ങൾ ഇങ്ങനെ മറുപടി പറഞ്ഞു. അപ്പോഴേക്ക് ഇവർ പറയാണ്, ലാ നഅലമു ദീനൻ ഒരു ദീനും നമുക്കറിയില്ല, ഒരു ദീനിനെയും ശർറൻ മിൻ ദീനിക്കും നിങ്ങളുടെ ദീനിനേക്കാൾ ഉപദ്രവകരമായ ഒരു ദീനിനെ നമുക്കറിയില്ല എന്ന് കൂടെ പറഞ്ഞപ്പോഴാണ് ഏതിറങ്ങിയത്? ശേഷമുള്ള സൂക്തം ഇറങ്ങിയത്. എന്താണത്? ഖുൽ യാ അഹ്ലൽ കിതാബ്, ഖുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്ക്, യാ അഹ്ലൽ കിതാബ് ഓ വേദക്കാരെ, വേദം ലഭിച്ചവരെ, ഹൽ തങ്കിമൂന നിങ്ങൾ ആരോപിക്കുകയാണോ, തുങ്കിറൂന നിങ്ങൾ തള്ളിക്കളയുകയാണോ, നിരാകരിക്കുകയാണോ, മിന്ന ഞങ്ങളിൽ നിന്നും, ഇല്ല അൻ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്നല്ലാതെ. അതായത് തുൻകിറൂന എന്ന് വെച്ചാൽ ഒരു തെറ്റായി കാണുക എന്നർത്ഥം വെക്കലാണ് നല്ലത്. തുൻകിറൂന നിങ്ങൾ തെറ്റായി കാണുകയാണോ ഞങ്ങളിൽ നിന്നും, ഇല്ലാൻ ആമന്ന ബില്ലാഹി ഞങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചു എന്നതല്ലാതെ, വമാ ഉൻസിലൈന ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിനെ വിശ്വസിച്ചു എന്നല്ലാതെ, വമാ ഉൻസില ഇറക്കപ്പെട്ട ഒന്നിനെ വിശ്വസിച്ചു എന്നല്ലാതെ, മിൻ ഖബ്ലു അതിന്റെ മുമ്പ്, ഇല്ലല്ല അമ്പിയായി മുൻകഴിഞ്ഞ അമ്പിയാക്കളിലേക്ക്. അപ്പം അള്ളാഹുവിനെയും അള്ളാഹു ഞങ്ങൾക്ക് ഇറക്കി തന്നതിനെയും അള്ളാഹു മുമ്പ് കഴിഞ്ഞ അമ്പിയാക്കൾക്ക് ഇറക്കി കൊടുത്തതിനെയും ഒക്കെ വിശ്വസിച്ചു എന്നതിനെ അല്ലാതെ വേറെന്തെങ്കിലും ഞങ്ങളിൽ നിന്നും തെറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇതല്ലാതെ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഞങ്ങളെ നിരാകരിക്കുവാനുള്ളത് എന്ന് ചോദിക്കാൻ നബി തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അന്ന അക്സറക്കും നിങ്ങളിൽ അധികം ആളുകളും ഫാസിഖൂൻ തെമ്മാടികളാണെന്ന് കൂടെ പറയാൻ അള്ളാഹു നബി തങ്ങളോട് പറഞ്ഞു. അത്ഫുൻ അല അന്ന ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അത്ഫുൻ അല അൻ ആമന്ന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മിന്ന ഇല്ല അൻ ആമന്ന, അൻ ആമന്ന എന്നതിന്മേൽ അത്ഫ് ചെയ്തതാണ് എന്ന്. അതായത് ഈ മൂന്ന് കാര്യങ്ങൾ അല്ല ഞങ്ങൾക്ക് ഇറക്കി തന്നത്, അല്ല ഞങ്ങളുടെ മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഇറക്കി തന്നത്, അത് മൂന്നും വിശ്വസിക്കുക എന്നതിന്റെ പുറമെ ഇതും കൂടെ വിശ്വസിക്കുക. അന്ന അക്സറും ഫാസിക്കും ജൂതന്മാരായ നിങ്ങളിൽ അധികം ആളുകളും ഫാസിക്കങ്ങളാണ് എന്നുകൂടെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതും അല്ലാതെ പിന്നെ വേറെന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റായിട്ട് നിങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നാണ്. അൽമാന ഇവിടുത്തെ അർത്ഥം മാ തുങ്കിറൂന നിങ്ങൾ നിരാകരിക്കുന്നില്ല, നിങ്ങളെ തെറ്റായി കാണുന്നില്ല, ഇല്ല ഈമാനന വമാ ഞങ്ങളുടെ വിശ്വാസമല്ലാതെ, പിന്നെ മുഖാലഫത്തക്കും നിങ്ങൾ എതിരാവുന്നു എന്നല്ലാതെ, ഫി അദ്മി കബൂലിഹി അതിനെ സ്വീകരിക്കാതിരിക്കുന്നതിൽ. എങ്ങനെയുള്ള അത്? അൽ മുഅബ്ബരി അൻഹു അതിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നും കൂടെ മുഖാലഫത്തക്കും നിങ്ങൾ എതിരാകുന്നു എന്നതിനെ അല്ലാതെ, ഫി അദ്മി കബൂലിഹി
അതിനെ സ്വീകരിക്കാതിരിക്കുന്നത്. എങ്ങനെയുള്ള അത് അൽ മുഅബ്ബരി അൻഹു, അതിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ബിൽ ഫിസ്ക് കൊണ്ടാണ്, തെമ്മാടിത്തം. എങ്ങനത്തെ തെമ്മാടിത്താണ്? അൽ ലാസിമി അൻഹു, അതിനെ തൊട്ട് ലാസിമായി വരും. അപ്പം ലാസിമായി വരുന്ന ഫിസ്ക്, അതായത് നിങ്ങളോട് എതിരാവുക എന്ന സംഗതിയെ സംബന്ധിച്ചാണ് നിങ്ങൾ എന്ത് പറയുന്നത്? നിങ്ങളോട് എതിരാവുക എന്ന സംഗതിയാണെന്ത് ശരിക്കും ഞങ്ങളിലുള്ളത്, നിങ്ങളോട് എതിരാവുന്നത്. നിങ്ങളുള്ള സംഗതിക്ക് എന്ത് പറയണം? ഫിസ്ക് എന്ന് പറയണം. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ ഒരു സംഗതി എന്താണ്? ഫിസ്കാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഞങ്ങളിൽ വല്ല ആരോപണവും കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ പറയാം. വമുഖാലഫതക്കും ഫി അദ്മി കബൂലിഹി എന്ന് വെച്ചാൽ അതിനെ സ്വീകരിക്കാതിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ അള്ളാഹു ഇറക്കി തന്നത്, മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്ത് അതിനെയൊക്കെ, ഈ മദ്കൂറായ കാര്യങ്ങളെയൊക്കെ സ്വീകരിക്കാതിരിക്കുക എന്നതിൽ മുഖാലഫത്തുണ്ട് ഞങ്ങളുടെ ഇടയിൽ. ഞങ്ങളതിനെ സ്വീകരിക്കുന്നു, നിങ്ങളതിനെ സ്വീകരിക്കാതിരിക്കുന്നു. അപ്പോൾ ഈ സ്വീകരിക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ച് എന്താ പറയേണ്ടത്? അൽ മുഅബ്ബരി അൻഹു, അതിനെപ്പറ്റി പരാമർശിക്കപ്പെടും ബിൽ ഫിസ്ക് എന്ന് പറയും. ആ ഫിസ്ക് എങ്ങനത്തെ ഫിസ്കാണ്? അൽ ലാസിമി അൻഹു, അതിനെ തൊട്ട് ലാസിമായി വരുന്നത്. അപ്പോൾ ഇതൊക്കെ സ്വീകരിക്കാതിരിക്കുമ്പോൾ അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് എന്ത് പറയും? ഫാസിക്ക് എന്ന് പറയും. അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ. അപ്പം നിങ്ങളെ പറ്റി ഫാസിക്ക് എന്ന് പറയും. അപ്പോൾ ഇതല്ലാതെ വേറെന്തെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമായിട്ടുണ്ട്, അതാണ് വലൈസ ഹാദ. എന്നാൽ ഇത് ഇപ്പം പറഞ്ഞ നിങ്ങളുമായിട്ടുള്ള ഈ എതിരാവൽ, നിങ്ങളതിനെ വിശ്വസിച്ചില്ല, ഞങ്ങളതിനെ വിശ്വസിച്ചു, അങ്ങനെ വിശ്വസിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങളെ വിശ്വസിക്കൽ കൊണ്ട് നിങ്ങളോട് എതിരായി എന്ന സംഗതി അതെന്തല്ല? മിമ്മ യുൻകറു, ആക്ഷേപിക്കപ്പെടേണ്ട സംഗതിയിൽപ്പെട്ടതല്ല എന്നാണ്. കുൽ, നബി അങ്ങ് പറഞ്ഞു കൊടുക്കുക, അങ്ങ് അവരോട് ചോദിക്കുക, ഹൽ ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ബിശരിം, കൂടുതൽ ഉപദ്രവമായതിന്, മിൻ അഹ്ലി ദാലിക, അല്ലെ, മിൻ അഹ്ലി ദാലിക, നിങ്ങൾ അതിൻ്റെ ആളുകളെ എന്താകുന്നുണ്ട്? അതിൻ്റെ ആളുകളെക്കാൾ ഷർറായതിനെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. അല്ലത് എങ്ങനെയുള്ള അത്? തങ്കിമൂനഹു, നിങ്ങൾ അതിനെ ആരോപിക്കുന്നു. തുങ്കിറുവാണ് നമ്മൾ അർത്ഥം കൊടുത്തല്ലോ. അപ്പം നിങ്ങൾ ആരോപിക്കുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അതായത് ഞങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് ഇറക്കി തന്നതിന്, അതിൻ്റെ മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്തതിനൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന അതാണ് ദാലിക. അതിൻ്റെ ആളുകളെക്കാൾ, അതായത് അതിൻ്റെ ആളുകൾ ആരാണ്? മുസ്ലിങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ എന്ന മുസ്ലിമീങ്ങളാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളാണ്. അവരെക്കാൾ മോശമായ ആളുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് അവരോട് ചോദിക്കാം. മസൂബത്തിന്, എന്തിനാൽ മോശമായ ആളുകൾ? മസൂബത്തിന് മടക്കത്താൽ, അല്ല ഇവിടെ ഇപ്പം മസൂബത്തിന് സവാബൻ, പ്രതിഫലത്താൽ, ബിമാന ജസ, പ്രതിഫലം എന്ന അർത്ഥത്തിൽ, പ്രതിഫലത്താൽ, ഇന്ദല്ലാ, അള്ളാഹിൻ്റെ അടുക്കൽ മോശമായ പ്രതിഫലമാണ് അവർക്ക് കിട്ടുക. ഹുവ, അതാരാണ്? മൻ, ഒരുത്തരാണ്, ലഅനഹുല്ലാഹ്, അള്ളാഹു അവനെ ശപിച്ചിരിക്കുന്നു, അബ്അദഹു അൻ റഹ്മതിഹി, തൻ്റെ കാരണത്തെ തൊട്ട് അള്ളാഹു അവനെ വിദൂരത്താക്കിയിരിക്കുന്നു, വഗളിബ അലൈഹി, അള്ളാഹു അവൻ്റെ മേൽ കോപിച്ചിരിക്കുന്നു, അവനോട് കോപം വെച്ച് പുലർത്തിയിരിക്കുന്നു, വജഅല മിൻഹുമുൽ ഖിറദത, വജഅല, അള്ളാഹ് സൃഷ്ടിച്ചിരിക്കുന്നു, മിൻഹു, അവരിൽ നിന്നും, അൽ ഖിറദത, കുരങ്ങന്മാരെ, വൽ ഖനാസിറ, പന്നികളെയും, ബിൽ മസ്ഹി, കോലം മറിക്കൽ കൊണ്ട്, പിന്നെ വമൻ, ഒരുത്തരുമാണവർ, അബദ താകൂത്തിനെ, പിശാചുക്കളെ അവർ ആരാധിച്ചിരിക്കുന്നു, ഷെയ്ത്താനെ ആരാധിച്ചിരിക്കുന്നു, ബിത്താത്തി, ആരാധിക്കാന്ന് വെച്ചാൽ നേരിട്ട് പോയി ലിബാത്ത് ചെയ്തു എന്നാവണമെന്നില്ല. ബിത്താത്തി, അള്ള പറയുന്നത് കേൾക്കാണ്ട് ഷെയ്ത്താൻ എന്ത് ചെയ്തു? വഴിപ്പെട്ടു. ഷെയ്ത്താനെ വഴിപ്പെടൽ കൊണ്ട് ഷെയ്ത്താന്മാരെ ആരാധിച്ച് അള്ളാഹു അവരിൽ നിന്ന് പന്നികളെയും കുരങ്ങന്മാരെയും ഉണ്ടാക്കി, അതായത് കോലം മറിച്ച് അള്ളാഹു അവരെ ശപിച്ചു, അവരുടെ കോപം വെച്ച് പുലർത്തി. ഇങ്ങനെയുള്ള ആളുകളാണ് അവരെക്കാൾ ഏറ്റവും മോശമായ ആളുകൾ. ഇനി വറാഅഫി മിൻഹും എന്ന് പറഞ്ഞതിൽ പരിഗണിച്ചു. മിൻഹും എന്ന് പറഞ്ഞതിൽ മന്നിൻ്റെ അർത്ഥമാണ് പരിഗണിച്ചത്. മന്നിൻ്റെ അർത്ഥമാണ് പരിഗണിച്ചത്. മന്നിൻ്റെ ലഫ്ളല്ല, മന്നിൻ്റെ അർത്ഥമാണ് പരിഗണിച്ചത്. കാരണം മല്ലഅനഹുല്ലാഹു എന്ന് വെച്ചാൽ മൻ, ഒരുത്തൻ എന്നല്ല അവിടെ ശരിയായ അർത്ഥം. മൻ, ഒരു വിഭാഗം ആളുകൾ, അള്ളാഹുവിൻ്റെ ശാപം ലഭിച്ച, അള്ളാഹുവിൻ്റെ കോപമുണ്ടായ ഒരു കൂട്ടം, ഒരുപാട് ആളുകൾ. അപ്പം മന്നിൻ്റെ മാന എന്താണ്? ജം ആണ്. അതുകൊണ്ടാണ് അവിടെ വജഅല മിൻഹു എന്ന് ലഫ്ള് പരിഗണിച്ചിട്ട് ലമീർ കൊടുക്കാതെ വജഅല മിൻഹും എന്ന് മാന പരിഗണിച്ചിട്ട് ലമീർ കൊടുത്തത്. എന്നാൽ വഫീമ ഖബലുഹു, അതിൻ്റെ മുമ്പുള്ളതെന്ന് വെച്ചാൽ ഗളിബ അലൈഹി എന്നാണുള്ളത്. ഗളിബ അലൈഹി, ലഅനഹു എന്നൊക്കെയാണുള്ളത്. അപ്പോൾ അവിടെയൊക്കെ മുഫ്രദായിട്ടാണുള്ളത്.
അപ്പോൾ അതിൻ്റെ മുമ്പുള്ള ഓരോ സ്ഥലത്തും ലഫ്ലുഹ എന്തിനെയാണ് പരിഗണിച്ചത്? ലഫ്ലഹ ഈ മന്നിൻ്റെ ലഫ്ലിനെയാണ് വരച്ചത്. കാരണം മന്ന് എന്നുള്ളത് ലഫ്ല് നോക്കുമ്പോൾ മുഫറദാണ്. അതുകൊണ്ട് ഒലിബ അലൈഹിം എന്ന് കൊടുക്കാതെ ഒലിബ അലൈഹി കൊടുത്തു. ലഅനഹും കൊടുക്കാതെ ലഅനഹു കൊടുത്തു. ഒഹുമുൽ യഹൂദ, അവരാരാണ്? നിങ്ങളായിട്ടുള്ള ഈ ജൂതന്മാർ തന്നെയാണ്. അപ്പോൾ ജൂതന്മാരാണ് ഏറ്റവും മോശം. അപ്പോൾ ഈ ഖിറാഅത്ത് മറ്റൊരു ഖിറാഅത്തിലുണ്ട് ബിളമ്മി ബായി അബുദ്, അബുദിലുള്ള ബായിന് എന്ത് ചെയ്യുക? ലമ്മ് ചെയ്തിട്ട്, അപ്പം അബു എന്നുണ്ടാവും. അബുദ തഹൂത്തി എന്നുണ്ടാകും. വൈലാഫത്തുഹു ഇലാമാബാദ, എന്നിട്ട് വൈലാഫത്തുഹു ബിളമ്മി ബായി അബുദ് പിന്നെ ഇലാഫത്തിഹി, അതിന് ഇലാഫത്ത് ചെയ്യപ്പെട്ടുകൊണ്ടുമാണ് ആ ഖിറാഅത്തിലുണ്ട്. ഇലാമാബാദ് അതിൻ്റെ ശേഷമുള്ളതിലേക്ക്. അപ്പോൾ ഇസ്മു ജം ആണ് ഏത്? അബദുത്താഗൂത്തി എന്നുള്ളത്. അബദുത്താഗൂത്തി, താഗൂത്തിനെ ആരാധിക്കുന്ന ആളുകൾ. അബദു അല്ല, ഇസ്മു ജമ്മു അബദു അല്ല, അബു എന്നാണ് വരുന്നത്. അബു. അപ്പം ഇസ്മു ജമ്മാണുള്ളത്. അപ്പം ഇലാഫത്ത് ചെയ്തിട്ട്, അപ്പം ഇങ്ങനെയുള്ള അള്ളാഹിൻ്റെ ശാപവും മറ്റ് കോപവും പിന്നെ അള്ളാഹു അവരെ രൂപം മാറ്റുകയും ചെയ്ത ആളുകളും പിന്നെ ആളുകളാണ് ഈ ശൈത്താനെ ആരാധിക്കുകയും ചെയ്ത ആളുകളുമാണ് എന്നർത്ഥം. അപ്പോൾ അവിടെ ഇലാഫത്ത് ചെയ്തിട്ട് ബായിന് ലമ്മ ചെയ്ത കോലത്തിലാണുള്ളത്. പിന്നെ ഇലാമാബാദ് ഇസ്മു ജംഇൻ ലി അബദിൻ്റെ ഇസ്മു ജമ്മായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ നസ്ബുഹു, അതിന് നസ്ബ് ചെയ്തിട്ട് ബിൽ അത്ഫ് ചെയ്യൽ കൊണ്ട് അലൽ ഖിറദത്തിൻ്റെ മേലെ. അങ്ങനെയാണ് ആ ഖിറാഅത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് മല്ലഅനഹുല്ലാഹു വഗളിബ അലൈഹി വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസീറ വഅബുദത്താഗൂത്തി എന്നാണുള്ളത്. വഅബുദത്താഗൂത്തി, അള്ളാഹു അവരിൽ നിന്നും കുരങ്ങന്മാരെ സൃഷ്ടിച്ചു, പന്നികളെ സൃഷ്ടിച്ചു, ശൈത്താനിനെ ആരാധിക്കുന്ന ആളുകളെയും സൃഷ്ടിച്ചു. ആ രൂപത്തിലാണ് ആ ഖിറാഅത്തുള്ളത്. അബുദത്താഗൂത്തി ഉലൈക, അവരാണ് ഷർറുൻ, ഏറ്റവും ഉപദ്രവകാരികളായ ആളുകൾ. മക്കാന, സ്ഥാനത്താൽ. തമീസാണ് മക്കാൻ എന്നുള്ളത്, തമീസാണ്, മുമയ്യിസാണ്. ലി അന്ന മഅവാഹുമുന്നാർ, കാരണം അവരേറ്റവും സ്ഥാനത്താൽ ഏറ്റവും മോശമാകാൻ കാരണം അവരുടെ മടക്ക സ്ഥലം നരകമാണ്. അളല്ലു, ഏറ്റവും പിഴച്ചവരും. അൻസവാഇ സബീൽ, മധ്യമായ മാർഗത്തിൽ നിന്നും. ത്വരീഖിൽ ഹക്കിൻ്റെ മാർഗത്തിൽ നിന്നും. അസ്ലു സവാ എന്നതിൻ്റെ അസ്ല് വസത്ത് എന്നൊക്കെയാണ്. അൽ വസത്ത്. അപ്പം മദ്യം എന്നാണ് സവായിന് ശരിയായ അർത്ഥം. ദക്കറ ഷർറ് എന്ന പദത്തെ അള്ള പറഞ്ഞു. അളല്ല എന്ന പദത്തെയും പറഞ്ഞു. ഫി മുക്കാബലത്തി കൗലിഹിം, അവരുടെ കൗലിൻ്റെ മുക്കാബലയിലായിട്ട്, ഇത് ഓപ്പോസിറ്റിലായിട്ട്. അവരെന്താ പറഞ്ഞത്? ലാന അലമു, നബി തങ്ങളോട് എന്താ പറഞ്ഞു? ലാന അലമു, ഞങ്ങൾക്കറിയില്ല, ദീനൻ ഷർറം മിൻ ദീനിക്കും, നിങ്ങളുടെ മതത്തെക്കാൾ ഉപദ്രവകരായ ഒരു മതത്തെയും കണ്ടില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും ഉപദ്രവം അതല്ല, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉപദ്രവം, നിങ്ങൾ തന്നെയാണ് ഏറ്റവും പിഴച്ചത് എന്ന് അതിൻ്റെ മുക്കാബലയിലായിട്ട് അള്ള പറഞ്ഞു. വൈദാ ജാഊകും, അവർ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ഐ മുനാഫിക്കുൽ യഹൂദ്, ജൂതന്മാരിൽപ്പെട്ട കപട വിശ്വാസികൾ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, കാലു, അവർ പറയും, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു, വഖദ്ദഖലു, എന്നാൽ അവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വഖദ്ദഖലു ഇലൈക്കും, അവർ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് പ്രവേശിച്ചത്, നിങ്ങളുടെ അടുക്കൽ വന്നത്, മുത്തലബിസീന ബിൽ കുഫ്രി, കുഫറുമായിട്ട് ബന്ധപ്പെടുന്നവരായിട്ടാണ്. അതായത് അവരുടെ വിശ്വാസം ശരിക്കും കുഫറാണ്, പുറമേ മാത്രമേ ഈമാനുള്ളൂ. ഒഹും കത് ഹറജു, അവർ പുറപ്പെട്ടതും അല്ലെ മീൻ ഇന്ത്യക്ക് നിങ്ങളുടെ അടുക്കൽ നിന്നും അങ്ങോട്ട് പോയതും മുത്തലബിസീന ബിഹി, കുഫറുമായിട്ട് ബന്ധിക്കപ്പെട്ടവരായിട്ടാണ്. അപ്പോൾ കാഫര്യങ്ങളായിട്ടാണ് വന്നതും പോയതും. പക്ഷെ പറച്ചിലിൽ മാത്രമേ അവർ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. വലം യുഅ്മിനു, യഥാർത്ഥത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ല. വല്ലാഹു അഅലമു, അല്ല കൂടുതൽ അറിയുന്നവനാണ്. ബിമാ കാനു യക്തുമൂനഹു, ബിമാ ഒന്നിനെ സംബന്ധിച്ച് കാനു യക്തുമൂനഹു, അവരതിനെ മറച്ചു വെക്കാറുണ്ടായിരുന്നു, അതിന് അല്ല അറിയാവുന്നതാണ്. പിന്നെ നിഫാഖ്, അതെന്തിനാൽ? കപട വിശ്വാസത്താൽ. വതറാ കസീറം മിൻഹും, അവരിൽ നിന്നും ഒരുപാട് ആളുകളെ അങ്ങ് കാണും. ഐൽ യഹൂദ്, ജൂതന്മാരിൽ നിന്നും. യുസാരിഊന, അവർ വേഗത്തിൽ ചെന്നുപെടുന്നു. യഖഊന സരിയ, വേഗത്തിൽ ചെന്നുപെടുന്നു. ഫിൽ ഇസ്മി, കുറ്റത്തിൽ. അൽ കദിബി, കുറ്റം ചില കളവ് പറയലാണ്, നുണ പറയലാണ്. വൽ ഉദ്വാനിന് ചല്ലുൽമി, അക്രമം. അപ്പോൾ അക്രമം, കളവ് പറയുകയൊക്കെ വളരെ വേഗം ചെയ്യുന്ന ആളുകളാണ് അവർ.
അക്ലിഹി മുസ്സുഹത്ത്, പിന്നെ അവർ തിന്നുന്ന വിഷയത്തിൽ അസ്സുഹത്ത ഹറാമായ ഹറാമായ സമ്പാദ്യത്തെ, കരീശ കൈക്കൂലി പോലെയുള്ളത്. ലബിസ മാ കാനു, ലബിസ എത്ര മോശമാണ്, മാ ഒന്ന്, കാനു അമലൂനഹു അവരാ ചെയ്തിരുന്ന ഒന്ന് എത്ര വളരെ മോശമാണ്, അമലുഹും പ്രത്യേകിച്ച് അമലുഹും അത് അവരുടെ ഈ ഒരു പ്രവൃത്തി. ലൗല എന്ന് വെച്ചാൽ ഹല്ലാടെ അർത്ഥത്തിലാണ്, നമ്മുടെ തഹ്ലീലാണ്, ഒരു ചെയ്തുകൂടെ എന്നർത്ഥം. ലൗല യൻഹാഹും അവരെ നിരോധിച്ചുകൂടായിരുന്നു, അവരോട് നിരോധന പുറപ്പെടുവിക്കാൻ മേലായിരുന്നു. റബ്ബാനിയായ പണ്ഡിതന്മാർക്ക്, വൽ അഹബാറു മറ്റു ഫുഖഹാ ജൂതന്മാരിലെ ഫുഖഹായിനും അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാർക്കും അവരെ നിരോധിച്ചുകൂടായിരുന്നു. മിൻഹും അവരിൽ നിന്നുള്ള ജൂത പണ്ഡിതന്മാർ അവർക്ക് ഈ ആളുകളെ നിരോധിച്ചുകൂടായിരുന്നു. അൻ കൗലിഹിം അവരുടെ കൗല്, അവർ പറയുന്നതിന് തൊട്ട് എന്തിന് അൽ ഇസ്മ എന്ന് വെച്ചാൽ അൽ കദിബ കളവ് അവർ പറയുമ്പോൾ കളവ് പറയരുത് എന്ന് അവരെ നിരോധിക്കാൻ മേലായിരുന്നു. വാക്കിലി മുസുഹത്ത അവരെ ഹറാമിനെ തിന്നുമ്പോൾ അവരോട് നിരോധിക്കാൻ മേലായിരുന്നു. ലബിസമാ കാനു ലബിസമാ ഒന്നെത്ര മോശം, കാനു യസ്നഊനുഹു അവരാ ചെയ്തിരുന്നു ഒന്നെത്ര മോശം. അവരെന്ന് വെച്ചാൽ ഈ ജൂത പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് തർക്കുനഹീഹിം അവരെ നിരോധിക്കാതിരുന്നത്. തെറ്റ് കാണുമ്പോൾ പണ്ഡിതന്മാരെ നിരോധിക്കണം എന്നാണുള്ളത്, പക്ഷെ അവരെന്ത് ചെയ്തില്ല, നിരോധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഹാദിഹി അശദ്ദു ആയത്തൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും ശക്തമായ ആയത്ത് ഇതാണ്. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫി ഹക്കിൽ ഉലമായി, ഉലമാന്റെ വിഷയത്തിൽ. അപ്പോൾ ഉലമാന്റെ വിഷയത്തിൽ ഏറ്റവും ശക്തമായ ആക്ഷേപം വർഷിച്ച ഒരായത്ത് ഇതാണ്. ബഹുമാനപ്പെട്ട ലഹാക്ക് പറഞ്ഞിട്ടുണ്ട്, മാഫിൽ ഖുർആനി ആയത്തെ ഖുർആൻ ഇതിനേക്കാൾ പേടിപ്പിക്കുന്ന ഒരായത്ത് എനിക്ക് അറിയില്ല എന്ന കോലത്തിൽ ബഹുമാനപ്പെട്ട ലഹാക്ക് റളിയല്ലാഹു അൻഹു സംസാരിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഖാലത്തിൽ യഹൂദു ജൂതന്മാർ പറഞ്ഞു, ലമ്മ ലീഖ അലൈഹിം അവർക്ക് ഇടുക്കമായപ്പോൾ, പ്രയാസകരമായപ്പോൾ, ബി തക്ദീബിഹിമുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളെ അവർ കളവാക്കിയത് കാരണത്താൽ അവർക്ക് പ്രയാസമായപ്പോൾ, ബഅദ അൻ കാനു അക്സറൻ നാസി മാല, ബഅദ അൻ കാനു അവരായിരുന്നതിൻ്റെ ശേഷം, അക്സറൻ നാസി ജനങ്ങളിൽ അധികമായിരുന്നതിൻ്റെ ശേഷം, മാലൻ ധനത്താൽ ഒരുപാട് പൈസയുള്ളവരായതിൻ്റെ ശേഷം ജനങ്ങളിൽ, അതിൻ്റെ ശേഷമാണ് അവർക്ക് അവകാശം എന്തായി. അതിൻ്റെ ശേഷം എന്ന് വെച്ചാൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാം വന്നതിൻ്റെ ശേഷം അവർക്ക് നബിതങ്ങളെ ഒന്നും കളവാക്കാൻ വയ്യാതെ വന്നപ്പോൾ അവർ പറഞ്ഞു, യദുല്ലാഹി അള്ളാഹുവിൻ്റെ കൈ മഗ്ലൂല പൂട്ടപ്പെട്ടതാണ്, മഖ്ബൂല ചേർത്ത് കൂട്ടപ്പെട്ടതാണ്, ഖബലിയ എന്ന് വെച്ചാൽ കൈ എന്താണ് ചുരുട്ടിപ്പിടിക്കപ്പെട്ടതാണ്. അൻ ഇദ്റാരി റിസ്ഖി അലൈന അവൻ നമുക്ക് ഭക്ഷണം നൽകുന്നതിനെ തൊട്ട്, ഇദ്റാർ റിസ്ക് ഭക്ഷണ വിതരണത്തെ തൊട്ട്, അലൈന നമുക്ക്, കുനു അല്ല കനൗബിഹി അവരെന്ത് ചെയ്തതാണ്, ഇത് പറഞ്ഞിട്ട് അവർ കിനായത്തെ വ്യംഗ്യമായി പറഞ്ഞതാണ്. അതിന് ബുഖിൽ എന്തിനെ സംബന്ധിച്ച്, ബുഖിലിനെ പറ്റി അള്ളാഹ് പിശുക്കനാണെന്ന് നേരെ പറയാതെ യദുല്ലാഹി മഗ്ലൂല അള്ളാഹുവിൻ്റെ കൈ പൂട്ടപ്പെട്ടതാണ് എന്ന് അവർ പറഞ്ഞു. തആല അല്ലാഹു മിൻ ദാലിക അള്ളാഹു അതിൽ നിന്ന് എന്താണ് ഉന്നതനാണ്, ഇത്തരം മോശം വസ്തുക്കളൊന്നും അള്ളാഹ്ക്കില്ല. അപ്പം അള്ളാഹു പിശുക്കനാണെന്നാണ് ഇവർ പറഞ്ഞതിൻ്റെ സാങ്കത്യം, ഇവർ പറഞ്ഞതിൻ്റെ ആകത്തുക. എന്നാൽ കാലത്ത് അള്ളാഹു താല പറഞ്ഞു, ഗുല്ലത്ത് അങ്ങനെയല്ല, ഗുല്ലത്ത് എന്ന് വെച്ചാൽ ഉംസിക്കത്ത് ഐദീഹിം അവരുടെ കൈകളാണ് പൂട്ടപ്പെട്ടത്, അവരുടെ കൈകളാണ് ഇംസാക്ക് പിടിച്ചു വെക്കപ്പെട്ടത്. അൻഫിഇലിൽ ഖൈറാത്തി നന്മകൾ ചെയ്യുന്നതിനെ തൊട്ട്, അത് ദുആഉൻ അലൈഹിം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അവർക്കെതിരെയുള്ള ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹ്ക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നടപടി ഉണ്ട് എന്ന് ആളുകളെ അറിയിക്കലാണ് ഈ ഒരു പ്രാർത്ഥനയിലൂടെ. വലുഇനു അവർ ശപിക്കപ്പെട്ടു, ബിമാ കാലു അവർ പറഞ്ഞു കാരണത്താൽ, പറഞ്ഞതിൻ്റെ നിമിത്തം അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടായി. ബൽ മറിച്ച് യദാഹു അള്ളാഹുവിൻ്റെ ഇരുകരങ്ങളും മബുസൂത്തത്താനി അവർ രണ്ടും പരത്തപ്പെട്ടതാണ്. അത് മുബാലഗത്തുൻ ഫിൽ വസ്ഫി, അത് മുബാലഗത്താണ്, ഒരു തീവ്രമായ പ്രയോഗമാണ്. ഫിൽ വസ്ഫി വിശേഷിപ്പിക്കുന്നതിൽ, ബിൽ ജൂതി ഔദാര്യം കൊണ്ട്. അപ്പോൾ അള്ളാഹു അത്രത്തോളം അത്യുദാരമതിയാണെന്ന് സൂചിപ്പിക്കാൻ അള്ളാഹിൻ്റെ കൈ പരന്ന് കിടക്കാൻ വിശാലമായിട്ട് ഇട്ടിരിക്കുകയാണ്, പരത്തിയിട്ടേക്കുകയാണ്. എന്നിട്ട് വസുന്നിയൽ യദു ഈ യദാനി എന്ന് പറഞ്ഞു, നേരത്തെ യദുല്ലാഹി എന്ന് പറഞ്ഞ ഇവിടെ യദാഹു മബുസുത്താനി അത് ദിവചനമാക്കപ്പെട്ടു കയ്യിനെ, ലി ഇഫാദത്തിൽ കസ്റത്തി ഈ ആധിക്യത്തെ അറിയിക്കാൻ വേണ്ടി ഒരുപാട് ദാനം. അപ്പോൾ ഒരു കൈയല്ല രണ്ട് കൈ കൊണ്ടും കൊടുക്കുന്നതാണ്. ഇത് ഗായത്തു മാ യബുദുലുഹു സഹിയു, ഇത് കാരണം ഗായത്തു അങ്ങേയറ്റം മാ ഒന്നിൻ്റെ യബുദുലുഹു
അതിനെ എന്ത് ചെയ്യും? ദാനം ചെയ്യും. അസഹി ഒരു ധർമ്മിഷ്ഠൻ മിൻ മാലി തൻ്റെ ധനത്തിൽ നിന്നും എടുത്ത്. അപ്പം തൻ്റെ ധനത്തിൽ നിന്ന് ഒരു ധർമ്മിഷ്ഠൻ ദാനം ചെയ്യുന്നതിൻ്റെ അങ്ങേയറ്റം പോയാൽ അതായിരിക്കും അയ്യോത്യ ബിയദഹി, രണ്ട് കൈ കൊണ്ട് കൊടുക്കും. ഒരേ സമയം രണ്ട് കൈ കൊണ്ട് കൊടുക്കലാണ്. മാക്സിമം പോയാൽ അതല്ലേ കഴിയുക. അപ്പോൾ അതാണ് ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അത്രത്തോളം കൊടുക്കൂ എന്നുള്ള ഉദ്ദേശമാണ്. യുംഫിഖു അവൻ ചിലവഴിക്കുന്നു കൈഫയഷ അവൻ ഉദ്ദേശിച്ച മാതിരി. മീൻ തൗസീഇൻ വ തളീഖിൻ, തൗസീ വിശാലത ചെയ്യലിനാലും വ തളീഖ് ഇടുക്കമാക്കലിനാലും. ചിലർക്ക് അള്ളാഹു ഞെരുക്കമുണ്ടാക്കും സാമ്പത്തികമായിട്ട്, മറ്റുള്ളവർക്ക് വിശാലത നൽകും. ലഅ്തിറാദ അലൈഹി, അള്ളാഹുവിൻ്റെ മേൽ ഇത്റാദ് ചെയ്യാൻ പറ്റില്ല. ആർക്കും അള്ളാഹുവിനെ ക്രോസ് ചെയ്യാൻ കഴിയില്ല. അള്ളാഹുടെ ഇഷ്ടമാണ്. വലയസീദന്ന കസീറം മിൻഹും, വലയസീദന്ന കസീറം മിൻഹു അവരിൽ അധികം ആളുകൾക്കും തീർച്ചയായും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. മാ ഉൻസില ഇലൈക അവർക്ക് വർദ്ധിപ്പിക്കും, അവരിൽ അധികം ആളുകൾക്കും വർദ്ധിപ്പിക്കും. എന്ത് വർദ്ധിപ്പിക്കും? മാ ഒരു കാര്യം, ഉൻസില ഇലൈക അങ്ങയിലേക്ക് ഇറക്കപ്പെട്ട ഒന്ന്, മീൻ റബ്ബിക്ക അങ്ങയുടെ റബ്ബിൽ നിന്നും. അതെന്താണ്? മിനൽ ഖുർആൻ, ഖുർആൻ. അപ്പം അങ്ങേക്ക് ഖുർആൻ ഇറങ്ങുന്നത് അവർക്ക് എന്തോ ഒന്ന് വർദ്ധിക്കാൻ ഇടയാകും. എന്താണത്? തുകയാനൻ അതിരുകവിയൻ, വക്കുഫറൻ സത്യനിഷേധം, അല്ലെ? എന്തേ കാരണം സത്യനിഷേധമൊക്കെ വർദ്ധിക്കുന്നത്? ലികുഫ്രിഹിം അവർ നിഷേധിക്കുന്നത് കാരണത്താൽ ബിഹി ആ ഖുർആന്. അപ്പോൾ ഒരു 100 ആയത്ത് ഇപ്പം നിറയെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു 101-ാമത്തെ ആയത്ത് ഇറങ്ങുന്നതോടുകൂടി അവർ ആ 101-ാമത്തെ ആയത്തിനെയും കൂടെ എന്ത് ചെയ്യാണ്? തള്ളിക്കളയാണ്. അപ്പോൾ ഈ അള്ളാഹ് ഇറക്കുന്ന ഒന്ന് അവർക്കുള്ള ആ ഒരു കുഫറിനെയും അവരുടെ അതിര് കവിയലിനെയൊക്കെ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. കാരണം അവർ ഓരോ ആയത്തിനെ എന്ത് ചെയ്യാണ്? നിഷേധിക്കുകയല്ലേ, ഇറങ്ങുന്ന തോറും ഓരോ ആയത്തിനെ നിഷേധിക്കുകയാണ്. വ അൽഖൈന ബൈനഹും അവരുടെ ഇടയിൽ നാം ഇട്ടു അൽ അദാവത്ത വിദ്വേഷം, അല്ലെങ്കിൽ അല്ലാതാവാത്ത ശത്രുത, വൽ ബഗ്ളാ വിദ്വേഷം, ഇലാ യൗമിൽ ഖിയാമ അന്ത്യദിനം വരെയും. അത് കാരണത്താൽ കുല്ലു ഫിർഖത്തിൻ ഓരോ സംഘവും മിൻഹും അവരിൽ നിന്നും തുഹാലിഫുൽ ഉഖ്റ മറ്റേ സംഘത്തിനോട് എതിരായി നിൽക്കുന്നു. അല്ലെ? ക്രിസ്തീയ സഭകൾ ഇപ്പോൾ ഉണ്ട്, ക്രിസ്ത്യാനികൾ, ജൂതന്മാരുണ്ട്. ഇപ്പോൾ ജൂതന്മാരുടെ വിഷയമാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ജൂതന്മാരുടെ വിഷയമാണ് കേട്ടോ. അല്ല, നമ്മുടെ മുസ്ലിങ്ങളാണെങ്കിലും പല സംഘടനകളാണ്, ചേരിതിരിവുണ്ട്. അപ്പം എന്താണ് ബനി ഇസ്രായേലിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് 72 എന്താണ് ബനി ഇസ്രായേൽ തെറ്റിപ്പിരിയുന്നത്, നമ്മൾ 73 അതാണ്. അപ്പോൾ അവർ പലതായിട്ടാണ്, പല ചേരികളിലായിട്ടാണ്. കുല്ലമ ഔഖദൂ അവർ എന്താണ് കത്തിക്കുമ്പോഴൊക്കെയും നാറൽ ലിൽ ഹർബി യുദ്ധത്തിനുള്ള തീ, അതായത് ലി ഹർബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധത്തിന് കോപ്പ് കൂട്ടുമ്പോൾ, തീ കത്തിക്കുമ്പോഴൊക്കെയും അത്ഫ അല്ലാഹു അള്ളാഹു ആ തീയെ, അതിൻ്റെ ചൂടിന് അള്ളാഹു ആ തീയെ എന്ത് ചെയ്യും? കെടുത്തിക്കളയും. അതായത് കുല്ലമ അറാദൂഹു എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അള്ളാഹു അല്ല, ഇവർ നബിതങ്ങൾക്ക് എതിരെ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെയും റദ്ദഹും അള്ളാഹു അതിനെ എന്ത് ചെയ്യും? തട്ടിക്കളയും, മടക്കിക്കളയും. വയസ്ഔന ഫിൽ അർദി അവർ പരിശ്രമിക്കുന്നു ഭൂമിയിൽ ഫസാദിന് കുഴപ്പമുണ്ടാക്കാൻ. അതായത് മുഫ്സിദീന ബിൽ മആസി തെറ്റ് പ്രവർത്തിക്കൽ കൊണ്ട് കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് അവർ പ്രവർത്തിക്കുകയാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ അള്ളാഹ് ഇഷ്ടപ്പെടുകയില്ല. ബിമാന അന്നഹു യുആഖിബ് ഇഷ്ടപ്പെടുകയില്ല എന്ന് വെച്ചാൽ ഏതർത്ഥത്തിൽ? അള്ളാഹു അവരെ ശിക്ഷിക്കും എന്ന അർത്ഥത്തിൽ.